നവംബർ 26 എനിക്ക് തന്നെ പേടിയാവണം. അപ്പോൾ ഈ ചേട്ടയൊക്കെ ഒന്ന് ഇറക്കണം. നമ്മൾ വിചാരിക്കും എനിക്ക് കുളി നടി ഒന്നുമില്ലാന്ന്. ഉള്ളു കുത്തും പോലെ കൊതു കടിക്കണം ഈ ചാനലിൽ. അപ്പോൾ ഒരു 3, 2, 5, 3, 8 ഒരു ഐ തിങ്ക് ഒരു 2, 4, 6, 8, 10, 11 ഉണ്ട്. ഞാനിത് മൂന്നാമത്തേതാണ് കഴിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റിനേക്കാൾ ഉപരി നമ്മൾ കുറേ നാൾ കാത്തിരുന്ന് ഒരു സാധനം കിട്ടുമ്പോൾ ഒരു സന്തോഷമില്ല, അതാണുള്ളത്. മഴയാണെന്ന് കരുതി മുള്ളാൻ പോകാൻ മടിച്ച് വെള്ളം കുടിക്കാതിരിക്കുന്ന അങ്കിൾസ് ആൻഡ് ആൻറ്റീസ്, ചേട്ടൻസ് ആൻഡ് ചേച്ചീസ്, അനിയൻസ് ആൻഡ് അനിയത്തീസ്, കുട്ടൻസ് ആൻഡ് കുട്ടീസ് എല്ലാവരും പോയി വെള്ളം കുടിക്കാൻ നോക്കൂ. ഞാനും കുടിക്കാൻ പോവാണ്. സോ വെള്ളം കുടിക്കൂ. ശുദ്ധമായ ചൂടാക്കി ആറിയ വെള്ളം. 11:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ടുണ്ട്, ഓഫീസിലെ ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റി വിളിച്ചുകൊണ്ട് അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ താഴെ പോയി ചായ ചൂടാക്കി എടുത്തുകൊണ്ട് പക്ഷേ അതുപോലെ തന്നെ പുട്ടും പയറും ഒക്കെ ഉണ്ടായിരുന്നു. നവംബർ 26 മാക്രി വിളിക്കാനില്ല, ആ സൗണ്ടാണ് കേട്ടോ കേൾക്കണം. അപ്പോൾ എനിക്ക് മുടിയുടെ കൈ കാണുന്ന ഈ ചേട്ടൊക്കെ വെള്ളം ലോഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. എനിക്ക് തന്നെ പേടിയാവണം. അപ്പോൾ ഈ ചേട്ടയൊക്കെ ഒന്ന് ഇറക്കണം. നമ്മൾ വിചാരിക്കും എനിക്ക് കുളി നടി ഒന്നുമില്ലാന്ന്. ചേട്ടൻ അങ്ങനെ ഇറക്കുന്നത് ഇടയ്ക്കിടയ്ക്കാണ്, അതുകൊണ്ടാണ്. പിന്നെ കുളി നടിയുടെ കാര്യം ഞാൻ പറയുന്നില്ല, കള്ളം പറയണ്ടെന്ന് വിചാരിച്ചിട്ട് കുളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുറത്ത് പോകുന്ന കുട്ടി അല്ല എന്നും പറഞ്ഞ് അത്യാവശ്യത്തിന് മാത്രമേ ഞാൻ പുറത്ത് പോകാറുള്ളൂ. എനിക്ക് അതുകൊണ്ട് കണ്ടാമിനേഷൻ പ്രോബ്ലം ഒന്നുമില്ല. ഇതാണ് മുടിയുടെ അവസ്ഥ. ഇതൊരു വാക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തു തുടങ്ങിയത്. എനിക്ക് വേറെ കുറേ ജോലി ഉണ്ടെന്ന് കൊതു പിടിക്കണം. അപ്പോൾ ഇത് ഞാൻ അത് 250 രൂപയെന്നാണ് പറയുന്നത് അവർ ഇട്ടേക്കണത്. ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് 99 രൂപയ്ക്ക് ഓഫറിൽ കിടന്നതുകൊണ്ട് വാങ്ങിയതാണ്. സാധനം വാങ്ങിച്ചപ്പോൾ രാമചന്ദ്രനിൽ നിന്ന്. അപ്പോൾ ബൈറ്റ്സിൻ്റെ ടേസ്റ്റ് കിട്ടുമെന്ന് കരുതി വാങ്ങിച്ചതാണ്. അറിയില്ല, അതുകൊണ്ട് അമ്മ കൊതു കടിച്ച് തന്നെ പറിക്കണം. അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നന്നായിരിക്കും എന്നാണ് വിചാരം. നോക്കട്ടെ. ഉള്ളു കുത്തും പോലെ കൊതു കടിക്കണം. ഇങ്ങനത്തെ 3 ഉണ്ട്. 1, 2, 3 ഒരു പാക്കറ്റ്. ചേട്ടനും ചേച്ചി ഇതിനു മുമ്പ് വാങ്ങി കഴിച്ചായിരുന്നു. കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞത്. അന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് പിണങ്ങിയിരുന്നുകൊണ്ട് ഞാൻ അവൾ വാങ്ങിച്ചായതുകൊണ്ട് കഴിച്ചില്ല. ചെറിയ സൗന്ദര്യത്തിനൊക്കെ അതൊക്കെ മാറി. അപ്പോൾ ഞാൻ ഈ സംഭവം ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ കേട്ടോ. കൊതു മനുഷ്യനെ ഉപദ്രവിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കട്ടിൽ തട്ടിക്കുടയുക മീൻസ് പൊടിയെല്ലാം കളഞ്ഞ് വിരിക്കണം. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് മോശമാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് പ്രതീക്ഷിച്ചാൽ മതി നിങ്ങൾ എൻ്റെ ഈ ചാനലിൽ. അപ്പോൾ ഒരു 3, 2, 5, 3, 8 ഒരു ഐ തിങ്ക് ഒരു 2, 4, 6, 8, 10, 11 ഉണ്ട്. അങ്ങനെ 3 പാക്കറ്റ്. അപ്പോൾ ഒരു 33 എണ്ണം കാണും. 99 രൂപ. 100 രൂപ എന്ന് വിചാരിച്ചാൽ 33 എണ്ണത്തിന് 100 രൂപ. ഒരുപാട് പേര് ചേർന്ന് ഷെയർ ഇട്ട് വാങ്ങിയാൽ കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ബൈറ്റ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനത്തെ സാധനം ഐസ്ക്രീമിലൊക്കെ വെച്ച് ആൾക്കാർ കഴിക്കുന്ന വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ക്ലാരിറ്റിയും കിട്ടുന്നില്ല സമയത്ത്. കൊതു അപ്പോൾ വൈറ്റ്സിൻ്റെ ടേസ്റ്റായിട്ട് ഇത്തിരി റെസൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ മിക്കവാറും ഞാൻ ഇനി കുറേ വാങ്ങും കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ടേസ്റ്റൊന്നുമല്ല, ബട്ട് ഇറ്റ്സ് ഐ ലൈക്ക് ഇറ്റ്. കൊതുക് മനുഷ്യന്. ഞാനിത് മൂന്നാമത്തേതാണ് കഴിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റിനേക്കാൾ ഉപരി നമ്മൾ കുറേ നാൾ കാത്തിരുന്ന് ഒരു സാധനം കിട്ടുമ്പോൾ ഒരു സന്തോഷമില്ല, അതാണുള്ളത്. ടേസ്റ്റ് ഒരു ആവറേജ് ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. മഴയാണെന്ന് കരുതി മുള്ളാൻ പോകാൻ മടിച്ച് വെള്ളം കുടിക്കാതിരിക്കുന്ന അങ്കിൾസ് ആൻഡ് ആൻറ്റീസ്, ചേട്ടൻസ് ആൻഡ് ചേച്ചീസ്, അനിയൻസ് ആൻഡ് അനിയത്തീസ്, കുട്ടൻസ് ആൻഡ് കുട്ടീസ് എല്ലാവരും പോയി വെള്ളം കുടിക്കാൻ നോക്കൂ. ഞാനും കുടിക്കാൻ പോവാണ്. സോ വെള്ളം കുടിക്കൂ. ശുദ്ധമായ ചൂടാക്കി ആറിയ വെള്ളം. ഓക്കെ, നല്ല വെള്ളം കുടിക്കും. ഇത് വേണ്ട, വെള്ളം കുടിക്കും. സമയം 13:30 ആയിട്ടുണ്ട്. അതായത് 23:30, അതായത് 11:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ടുണ്ട്, ഓഫീസിലെ ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റി വിളിച്ചുകൊണ്ട് അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഞാൻ താഴെ പോയി ചായ ചൂടാക്കി എടുത്തോണ്ട് പക്ഷേ ചേച്ചിയുടെ കുഞ്ഞാവേയും കൂടി വരണമെന്ന് വാശി പിടിച്ച് മുറി വരണമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ വന്ന് കളിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴേ പോയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചായ തണുത്ത് പോയി കാണും. ഭയങ്കര അഭ്യാസിയാണ് കേട്ടോ. ഇപ്പോഴത്തെ എല്ലാ പിള്ളേരും ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോഴൊന്നും എൻ്റെ വീട്ടിലേക്ക് കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും നിങ്ങളെന്തെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഭയങ്കര വാശിയാണ്. അഭ്യാസം എന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര പെരുവാശി. നമ്മൾ അവളെ പിടിക്കുന്നിടത്ത് നമ്മൾ നിൽക്കണം. അതുപോലത്തെ സ്വഭാവമാണ്. എല്ലാ പിള്ളേരും അങ്ങനെയാണെന്ന് പറഞ്ഞൂടാ. കുഞ്ഞു ആവയായതുകൊണ്ട് അടിക്കാനും പറ്റുന്നില്ല. 1.5 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റും കൂടി ഉണ്ടേ. ഇതെൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ്. ഞാൻ പോയതുകൊണ്ട് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത് രണ്ടും കൂടി കഴിക്കാം. വൈകിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കാനും പോയില്ല. ഇനി അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ കഴിച്ചതില്ല. പക്ഷേ ആക്ച്വലി അവിടെ ചോറ് കുറച്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ പുട്ടും പയറും ഒക്കെ ഉണ്ടായിരുന്നു. വെക്കാം. ഇനിയിപ്പോൾ എന്തായാലും നാളെ കഴിക്കാൻ സ്നാക്സൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഇത് ആദ്യമേ വാങ്ങി വെച്ചത്. കാരണം എഡിറ്റിംഗ് സമയത്ത് നമ്മൾ അമ്മയെ സഹായിക്കാൻ പോയില്ലെങ്കിലേ ഞാനാണ് മിക്കവാറും രാത്രി ഉണ്ടാക്കുക ഫുഡ്. അപ്പോൾ അത് ഇല്ലെങ്കിൽ പിന്നെ ചോറല്ലേ എടുക്കുകയുള്ളൂ. അപ്പോൾ അത് കുറഞ്ഞ് ഒരാളുടെ കാപ്പിയുടെ മിച്ചവും ചോറും കൂടെ അല്ലേ എടുക്കുകയുള്ളൂ. ചിലപ്പോൾ അമ്മ ഫുഡൊക്കെ അവിക്കും, ഇല്ലെങ്കിൽ ഞാനാണ് മിക്കവാറും ചെയ്യുക. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയാണ് ഇത് വാങ്ങിച്ചാൽ. ഹെൽത്തി ആണെങ്കിലും കുറച്ച് ദിവസത്തേക്ക്. കാരണം മഴയൊക്കെ അല്ലേ, രാവിലെ തൊട്ട് അതും കഷ്ടപ്പെടണില്ല. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, നോ പ്രോബ്ലം. ആക്ച്വലി നമുക്ക് എന്നെപ്പോലുള്ളവർക്കൊക്കെ എനിക്കിതൊക്കെയാണ് ഇഷ്ടം കൂടുതൽ. എന്നാലും ചില സമയം എന്തെങ്കിലും കഴിക്കാൻ തോന്നും. ഇന്നിപ്പോൾ പൊറോട്ടയൊക്കെ കഴിച്ചല്ലോ. അപ്പോൾ നാളെ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിരിക്കാം കഴിക്കാം. ചോറൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ അവിടെ എല്ലാവരും കഴിച്ചു എന്നാണ് പറഞ്ഞത്. ചോറും എന്തോ ഒരു ഒഴിച്ച് കറിയൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഞാൻ പോയി എടുക്കും, എനിക്ക് തീരെ കൊതിയൊന്ന്. കാരണം എല്ലാവരും കഴിച്ചല്ലോ. നേരത്തെ അറിഞ്ഞെങ്കിൽ ഞാൻ നേരത്തെ എടുത്ത് കഴിച്ചേനെ. പക്ഷേ മിച്ചം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാണ് പ്രശ്നത്തിൽ പറ്റിയത്. എല്ലാവർക്കും കൂടി എടുക്കുമ്പോഴേ വൈകിട്ട് കാപ്പി ഉണ്ടാക്കാത്തതുകൊണ്ട് തീർന്നു പോകുമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ എടുക്കാത്തില്ല, ഞാൻ എടുത്തിട്ട് വന്നേനെ.